VM സാദിഖലിയാണ്. നവകേരള സദസ്സിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് പ്രഭാത സദസ്സിൽ ഇന്ന് എനിക്ക് അവസരം കിട്ടി. മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കിടാനും കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാടുകാണിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ എങ്ങനെ മാലിന്യം ഇല്ലാതാക്കാം, അതിനെന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 30 ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് നവകേരള സദസ്സിനുള്ള പരാതിയിലൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെ പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സമാനമായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റാണ്, പ്രത്യേകിച്ച് കാടിനോട് അടുത്തുള്ള ആളുകൾക്കൊക്കെ. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുകയും അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം പല ആളുകളും പറയാറുണ്ട്, കർഷകരൊക്കെ പ്രത്യേകിച്ചും പറയാറുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാര മാർഗ്ഗമായിട്ട് കഴിഞ്ഞ സമയങ്ങളിലായിട്ട് നമ്മൾ നിലമ്പൂർ നെടുങ്കയത്തൊരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. കാട്ടിലുള്ള ഇൻവേസീവ് പ്ലാന്റ്സൊക്കെ റിമൂവ് ചെയ്ത് തനതായിട്ടുള്ള ചെടികളെ കൊണ്ടുവന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. അതുപോലെ തന്നെ ബ്രഷ് വുഡ് കെട്ടിയിട്ട്, കാട്ടിൻ്റെ അകത്ത് ബ്രഷ് വുഡുകൾ കെട്ടിയിട്ട് വെള്ളം സംരക്ഷിപ്പിക്കുന്നൊരു സംവിധാനങ്ങളും. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അനിമൽസ് പ്രധാനമായിട്ട് ഇറങ്ങുന്നത് വെള്ളം കിട്ടാത്തത് കൊണ്ടും ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ കാട്ടിലും ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുന്നത് കുറയും. അതുപോലെ തന്നെ അതിൽ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം, കാട്ടിൻ്റെ അകത്ത് മാവ്, പ്ലാവ് എന്നുള്ള വിത്തുകളൊക്കെ എറിയുകയും അത് മുളച്ചു വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാട്ടിൽ ഇതൊക്കെ ഫലമായിട്ട് വരും. അപ്പോൾ അനിമൽസിനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇത് സഹായിക്കും. അതിനാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം CMൻ്റെ മുൻപിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സമാനമായി നിലമ്പൂരിലേക്ക് ആളുകൾ വരുന്നത് തന്നെ കാട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രെക്കിങ്ങിനോ സഫാരിക്കോ ഉള്ള വ്യക്തമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് CMന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂറിസം പ്രൊജക്റ്റായിട്ട് അത് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.